ബംഗ്ലാദേശിയെന്നാരോപിച്ച് യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ രാംനാരായൺ ഭയ്യയുടെ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് പണം ആവശ്യപ്പെട്ടെന്ന് ബന്ധു. മൃതദേഹം പാലക്കാട് നിന്ന് തൃശൂരിൽ കൊണ്ടുവരുന്നതിന് ആംബുലൻസിന്റെ തുക കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നുവെന്നും ശശികാന്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിയാണെന്നും മോഷ്ടാവാണെന്നും ആരോപിച്ചാണ് രാംനാരായൺ ഭയ്യയെ ആൾക്കൂട്ടം വിചാരണ ചെയ്തു കൊന്നത്. മൃതദേഹം കൊണ്ടുപോകുന്നതിൽ തങ്ങൾ നേരിട്ട ദുരവസ്ഥ വിവരിക്കുകയാണ് ബന്ധു ശശികാന്ത്. പാലക്കാട് ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് കയ്യിൽ നിന്നും കാശ് മുടക്കിയാണ്. ആൾക്കൂട്ട വിചാരണയ്ക്കിടെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ഒരു സഹായവും ലഭിച്ചില്ല. ഛത്തീസ്ഗഡിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ 25,000 രൂപ പോലീസ് ആവശ്യപ്പെട്ടു. 25,000 का बोले थे कि बॉडी शिफ्ट करने के लिए पैसे लगेगा, तो मुझसे पूछे कि आपके पास पैसे कितना है, तो मैंने बताया कि 225,000 मेरे पास है करके. മറ്റു ബന്ധുക്കൾ അടുത്ത ദിവസം എത്തുമെന്നും തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും ശശികാന്ത് അറിയിച്ചു. മോബ് ലിഞ്ചിങ് കേസ് എന്ന് പറയുമ്പോൾ ഇവർക്കാണ് സ്റ്റേറ്റ് നീതി വാങ്ങിക്കൊടുക്കേണ്ടത്. ഇത് കേരളത്തിൽ BNS നിയമപ്രകാരം, അത് വെച്ചാൽ BNS നടപ്പിലായതിനു ശേഷം ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. ഇതിനകത്ത് ഹേറ്റ് ക്രൈം വരുന്നുണ്ട്, മോബ് ലിഞ്ചിങ് വരുന്നുണ്ട്, ബ്രൂട്ടലി ക്രൈം വരുന്നുണ്ട്. ഇത്രയും സെൻസേഷനായ ഒരു കേസായിട്ട് ഇത് യാതൊരു റെസ്പോൺസിബിലിറ്റിയും സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നില്ല. ഇതിനിടെ ആൾക്കൂട്ട വിചാരണയിൽ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ. മീഡിയ 1 തൃശൂർ.